നമസ്കാരം. നമ്മുടെ റീറ്റെയിൽ ബിസിനസ്, ഹോൾസെയിൽ ബിസിനസ്, ഇതിനെല്ലാം ബെസ്റ്റ് ഒരു ബില്ലിംഗ് സോഫ്റ്റ്വെയർ. ബില്ലിംഗ് സോഫ്റ്റ്വെയർ എല്ലാവരുടെയും മനസ്സിലേക്ക് ഓടി വന്നത് പഠിക്കാൻ കുറേ ബുദ്ധിമുട്ടുണ്ടെന്നുള്ളത്. പക്ഷേ നമുക്ക് വളരെ യൂസർ ഫ്രണ്ട്ലി ആയിട്ട് സിമ്പിളായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ബില്ലിംഗ് സോഫ്റ്റ്വെയർ ഞാൻ പരിചയപ്പെടുത്താം. ഇതിൻ്റെ പേരാണ് RAINTECH POS ബില്ലിംഗ് സോഫ്റ്റ്വെയർ. ഇതെങ്ങനെ ഡൗൺലോഡ് ചെയ്ത് വളരെ സിമ്പിളായിട്ട് നമ്മുടെ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്ത് വർക്ക് ചെയ്യാം നമുക്ക് നോക്കാം. ഇത് ഫസ്റ്റ് ഓഫ് ഓൾ ഇതൊരു ഓഫ്ലൈൻ ബില്ലിംഗ് സോഫ്റ്റ്വെയർ ആണ്. അതായത് നിങ്ങൾ നമ്മുടെ സ്വന്തം കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്ത് വർക്ക് ചെയ്യുന്ന ഒരു ബില്ലിംഗ് സോഫ്റ്റ്വെയർ ആണ്. ഇൻ്റർനെറ്റിൻ്റെ കണക്ഷനോ അങ്ങനെയുള്ള മറ്റു കാര്യങ്ങളൊന്നും ആവശ്യമില്ല. നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യാനും ഇൻസ്റ്റലേഷൻ ഹെൽപ്പ് ചെയ്യാനും ട്രെയിനിങ് തരാനും എല്ലാത്തിനും നമുക്ക് കസ്റ്റമർ കെയർ സപ്പോർട്ടുകൾ അവൈലബിൾ ആണ്. നമ്മുടെ ഓഫീസ് തലയോലപ്പറമ്പിലാണ്, കോട്ടയം ജില്ല, തലയോലപ്പറമ്പ്, വടയാർ, RAINTECH സോഫ്റ്റ്വെയർ ലിമിറ്റഡ്. ഓക്കെ, നമുക്ക് സോഫ്റ്റ്വെയർ എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യുന്നത് എന്ന് നോക്കാം. അതിനുവേണ്ടി നമ്മൾ ഏതെങ്കിലും ഒരു ബ്രൗസർ ഇതുപോലെ ഓപ്പൺ ചെയ്യാം. അവിടെ നമുക്ക് RAINTECH സ്റ്റോർ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നമ്മളെ ഏറ്റവും മുകളിൽ RAINTECH സ്റ്റോർ. അപ്പോൾ ഇതുപോലത്തെ ഒരു വിൻഡോ ഓപ്പൺ ആയിട്ട് വരും. അതുകൊണ്ട് ഇവിടെ RAINTECH സ്റ്റോർ എന്നാണ് ടൈപ്പ് ചെയ്തത്. ഇതിനകത്ത് നേരെ ഡൗൺലോഡ്സിലേക്ക് പോകും. അതുകൊണ്ട് ഇവിടെ ഡൗൺലോഡ്സിൻ്റെ ഒരു ബട്ടൺ കാണാൻ സാധിക്കും. നേരെ മുകളിൽ തന്നെ നേരെ അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ കുറേയധികം ഡൗൺലോഡ്സിൻ്റെ ഒരു പേജ് തന്നെ ഇവിടെ ഓപ്പണായി വരും. ഇപ്പോൾ ഇതിൽ ഏതെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നേരെ ലെഫ്റ്റ് സൈഡിൽ ഇവിടെ വാട്സാപ്പിൻ്റെ ഒരു ഓപ്ഷൻ കിടപ്പുണ്ട്. നമുക്ക് അതിൽ ക്ലിക്ക് ഡയറക്റ്റ് RAINTECHിൻ്റെ കസ്റ്റമർ കെയറുമായിട്ട് ചാറ്റ് ചെയ്യാം എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും. ഓക്കെ, അപ്പോൾ നമുക്ക് ഡൗൺലോഡ് ചെയ്യേണ്ടത് ഈ ഒരു വേർഷൻ ഡൗൺലോഡ് ചെയ്യാം. ഇത് RAINTECH ബില്ലിംഗ് സോഫ്റ്റ്വെയറിൻ്റെ ഗോൾഡ് എഡിഷൻ ഓപ്ഷനാണിത്. ഗോൾഡ് എഡിഷൻ. ഇതിന് ശേഷം ഗോൾഡ് പ്രോ എഡിഷനും വന്നിട്ടുണ്ട്. അത് കുറേയധികം ഫീച്ചേഴ്സ് കൂടി ആഡ് ചെയ്തതാണ്. ഗോൾഡ് പ്രോയ്ക്കകത്ത് ഒരു അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സ് ഉള്ളത് അതിനകത്ത് സ്റ്റുഡിയോ ഉണ്ട്. അതായത് നമുക്ക് ബാർകോഡുകൾ, ബില്ലുകൾ, ലേബൽസ് ഇതൊക്കെ ഡിസൈൻ ചെയ്യാവുന്ന സ്റ്റുഡിയോ കൂടി സോഫ്റ്റ്വെയറുമായിട്ട് ബന്ധിപ്പിച്ചിട്ടുണ്ട്. ഈ ബില്ലിംഗ് സോഫ്റ്റ്വെയറിനകത്ത് നമുക്ക് A4 ഇൻവോയ്സ്, 3 ഇഞ്ച് ഇൻവോയ്സ്, തെർമൽ പ്രിൻ്റ് ചെയ്യുന്ന ഇൻവോയ്സുകൾ ഇതെല്ലാം നമുക്ക് ഇതിനകത്തോട് പ്രിൻ്റ് ചെയ്യാൻ സാധിക്കും. നമുക്കിതിൽ ക്ലിക്ക് ചെയ്ത് ഈ ബട്ടണുകൾ ക്ലിക്ക് ചെയ്ത് നമുക്കിത് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. ഇത് ഡൗൺലോഡ് ഡ്രൈവിൽ നിന്ന് നമുക്കിത് ഡയറക്റ്റായിട്ട് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. ഡൗൺലോഡ് ചെയ്യുമ്പോൾ അതിനകത്ത് 2-3 ഫയൽസ് ഉണ്ട്. ഞാൻ ആ ഫയലുകൾ ഏതൊക്കെയാണെന്ന് കാണിച്ചു തരാം. ഇതിപ്പോൾ ഞാൻ ഓൾറെഡി ഡൗൺലോഡ്സ് ലിസ്റ്റ് എടുത്തു. ഇപ്പോൾ നമ്മളിങ്ങനെ ഓപ്പൺ ചെയ്യുമ്പോൾ നോക്കാം, ഇതിനകത്ത് നമുക്ക് 3-4 ഫയലുകൾ കാണാൻ സാധിക്കും. ഇതിൽ ഏറ്റവും ആദ്യം ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് ഇതിൻ്റെ ക്രിസ്റ്റൽ റിപ്പോർട്ട് എന്ന് പറഞ്ഞൊരു ഫയലാണ്. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഇത് ഇൻസ്റ്റാൾ ചെയ്യാം. ഇത് 32 ബിറ്റ് കമ്പ്യൂട്ടറാണോ 64 ബിറ്റ് കമ്പ്യൂട്ടറാണോ നോക്കേണ്ട ആവശ്യമില്ല. ഡയറക്റ്റ് 2 സിസ്റ്റത്തിലും നമുക്കിത് വളരെ ഈസി ആയിട്ട് ഇത് ക്ലിക്ക് ചെയ്തിട്ട് നെക്സ്റ്റ് അടിച്ചിട്ട് ഇൻസ്റ്റാൾ ചെയ്താൽ മതി. അതിനുശേഷം നമുക്കിതിനകത്ത് ഏറ്റവും മുകളിലായിട്ട് നമുക്ക് RAINTECH POS ബില്ലിംഗ് സോഫ്റ്റ്വെയർ കാണാം. അത് ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് ജസ്റ്റ് മുമ്പായിട്ട് ഈ ബാർകോഡിൻ്റെ ഫോണ്ട് കൂടി ഇൻസ്റ്റാൾ ചെയ്തേക്കുക. അത് നമുക്ക് ഈ ബാർകോഡിൻ്റെ ഒരു ഫോണ്ട് ചില സിസ്റ്റത്തിൽ ഉണ്ടാകത്തില്ല. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ബാർകോഡിൻ്റെ ഫോണ്ട് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. ഫൈനലി നമുക്ക് ഏറ്റവും മുകളിലത്ത് നമ്മുടെ RAINTECH POS ബില്ലിംഗ് സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യാം. പിന്നെ ഇവിടെ ഒരു ഫയൽ കൂടി നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഡേറ്റാബേസ് എന്ന് പറഞ്ഞിട്ട്. അതായത് ഇപ്പോൾ ഈ കിടക്കുന്ന ഡെമോ, ഇത് ഈ ഒരു സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ അതിനകത്ത് കുറച്ച് ഡെമോ ഡേറ്റാസ് ഉണ്ടാകും. കുറച്ച് ഫോർ എക്സാമ്പിൾ കുറച്ച് പർച്ചേസും സെയിലും എല്ലാം കാണും. നമ്മൾ ഡെമോ ചെയ്ത് നോക്കിയത്. അപ്പോൾ അതെല്ലാം ബ്ലാങ്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ബ്ലാങ്ക് ഡേറ്റാബേസ് സിസ്റ്റം ഫയലിൽ കൊണ്ട് ഇട്ടാൽ മതി. അതെങ്ങനെ ഇടുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ബ്ലാങ്ക് ഡേറ്റാബേസ്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഓൾറെഡി RAINTECH POS ബില്ലിംഗ് സോഫ്റ്റ്വെയർ ഇവിടെ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇൻസ്റ്റാളേഷൻ വളരെ സിമ്പിളാണ്. ജസ്റ്റ് നെക്സ്റ്റ് അടിക്കുക, ക്ലിക്ക് ചെയ്ത് ഓക്കെ ചെയ്യുക. ഇത് നിങ്ങൾ ഓപ്പൺ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് ഫണ്ടാസ്റ്റിക് ഫീച്ചേഴ്സ് കാണാൻ സാധിക്കും. ഇത് ഗോൾഡ് പ്രോ എഡിഷനാണ് നിങ്ങളിപ്പോൾ ഞാൻ കാണിക്കുന്നത്. ഗോൾഡ് പ്രോയും ഗോൾഡും തമ്മിലുള്ള മെയിൻ വ്യത്യാസങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൾട്ടി ബ്രാഞ്ച് കൺട്രോൾ സിസ്റ്റം ഗോൾഡ് പ്രോ എഡിഷനിൽ അഡീഷണൽ ഫീച്ചേഴ്സായിട്ട് കൊടുക്കുന്നുണ്ട്. പ്ലസ് ലാംഗ്വേജ് ഓപ്ഷൻസ് കൊടുക്കുന്നുണ്ട്. അതായത് നമുക്ക് സോഫ്റ്റ്വെയറിൻ്റെ ഫുൾ ഇൻ്റർഫേസ് ഏത് ലാംഗ്വേജിലും ചേഞ്ച് ചെയ്യാവുന്നൊരു ഓപ്ഷൻ കൊടുക്കുന്നുണ്ട്. പിന്നെ സ്റ്റുഡിയോ, അതായത് നമുക്ക് ബാർകോഡ്, ബില്ല്, ലേബൽസ് എല്ലാം എഡിറ്റ് ചെയ്യാവുന്ന സ്റ്റുഡിയോ സംവിധാനങ്ങളെല്ലാം പ്രോ എഡിഷനകത്തുണ്ട്. മൾട്ടി ബ്രാഞ്ച്, ഒന്നിലധികം ബ്രാഞ്ചുകൾ ചെയ്യുന്ന ഓപ്ഷൻ പ്രോ എഡിഷനിൽ എക്സ്ട്രാ ഫീച്ചേഴ്സായിട്ട് നമ്മൾ ആഡ് ഓൺ ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത് നമ്മളിപ്പോൾ ഓപ്പൺ ചെയ്യുന്നത് പ്രോ എഡിഷനാണ്. അപ്പോൾ നമുക്കിത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം.
ഗോൾഡിനകത്തും ഗോൾഡ് പ്രോയും ഓൾമോസ്റ്റ് സെയിം ഇൻ്റർഫേസ് തന്നെയാണ് കാണുന്നതും എല്ലാം ഇതുപോലെ തന്നെ ഇരിക്കുന്നത്. ഇതിൻ്റെ ലോഗോ മാത്രം റൈറ്റ് സൈഡിൽ വ്യത്യാസമുണ്ട്, അത്രേ ഉള്ളൂ. അപ്പോൾ നമുക്ക് വളരെ യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ബില്ലിംഗ് സോഫ്റ്റ്വെയറാണ് ഇവിടെ കണ്ടത്. ഇതിനകത്ത് നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ 3 സ്റ്റെപ്പാണ് ചെയ്യേണ്ടത്. 1 പ്രൊഡക്റ്റുകൾ ആഡ് ചെയ്യുക, 2 ലേബലുകൾ പ്രിൻ്റ് ചെയ്യുക, 3 ബില്ലടിക്കുക. ഈ 3 ഓപ്ഷൻ്റെയും ബേസിക് ആയിട്ടുള്ളൊരു കാര്യങ്ങൾ നമുക്കിവിടെ പറഞ്ഞുതരാം. അതിന് നിങ്ങൾക്ക് 1 by 1 പ്രൊഡക്റ്റാണ് ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നേരെ ഇവിടെ പോയി പ്രൊഡക്റ്റ് ആഡ് ചെയ്യാം. ഓക്കെ, പർച്ചേസ് എൻട്രി ആണെന്നുണ്ടെങ്കിൽ നേരെ താഴത്തുള്ള പർച്ചേസ് എൻട്രി ഉണ്ട്. ഈ 2 കൂടിയും നമുക്ക് പ്രൊഡക്റ്റുകൾ ആഡ് ചെയ്യാം. അതിനുശേഷം ബാർകോഡ് പ്രിൻ്റ് ചെയ്യാനായിട്ട് ഇവിടെ ഓപ്ഷൻ ഉണ്ട്, ഇതുണ്ടേ. ഓക്കെ, ബില്ല് പ്രിൻ്റ് ചെയ്യാനായിട്ട് ഇവിടെ ഓപ്ഷൻ ഉണ്ട്, സെയിൽസ്. ഇതിനെല്ലാത്തിനും ഉപരിയായിട്ട് നമുക്ക് നമ്മുടെ കമ്പനിയുടെ ഇൻഫർമേഷൻ ഇതിനകത്ത് ആഡ് ചെയ്യണം. അതിനുവേണ്ടി മാസ്റ്റർ എൻട്രിയിൽ പോവുക, ഏറ്റവും മുകളിലേക്ക് കണ്ടോ, ഇവിടെ പോയിട്ട് കമ്പനി ഇൻഫർമേഷൻസ് ഇവിടെ ആഡ് ചെയ്തേക്കുക. മാസ്റ്റർ എൻട്രി കമ്പനി ഇൻഫർമേഷൻ. ഈ കമ്പനി ഇൻഫർമേഷൻ ആഡ് ചെയ്യുമ്പോൾ ഏറ്റവും മുകളിൽ ഇവിടെ ഒരു കമ്പനി, ഡെമോ കമ്പനി നമ്മൾ ക്രിയേറ്റ് ചെയ്ത് ഇവിടെ കിടപ്പുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് വേണം, അപ്പോൾ താഴത്തേക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം വരും. ഇത് നമ്മൾ ചേഞ്ച് ചെയ്യുക, അപ്ഡേറ്റ് ചെയ്യുക. അല്ല നമ്മൾ മുമ്പേ പറഞ്ഞുകൊണ്ട് ബ്ലാങ്ക് ലീവ് ഇടുവാണെങ്കിൽ ഇതൊന്നും കാണത്തില്ല, നമ്മൾ ഫ്രഷ് ആയിട്ട് കമ്പനി ഇൻഫർമേഷൻസ് ഇടും. അപ്പം ഇത്രയും കാര്യങ്ങൾ നമ്മളിപ്പോൾ പഠിച്ചില്ല. ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഞാനിപ്പോൾ പറഞ്ഞു പോകുന്നുള്ളൂ. ഇതിനകത്ത് ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. നമുക്ക് ഇനി ഹോം സ്ക്രീനിലേക്ക് വരാം. ഇപ്പം നമ്മൾ മുമ്പേ പറഞ്ഞ 3 കാര്യങ്ങൾ, 1 പ്രൊഡക്റ്റ് ആഡ് ചെയ്യുക, 1 ബാർകോഡ് ക്രിയേറ്റ് ചെയ്യാൻ, 1 സെയിൽ ചെയ്യാൻ. ഈ 3 കാര്യങ്ങൾ ഫണ്ടമെൻ്റലായിട്ട് നമ്മൾ പഠിച്ചിരിക്കുക. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് ഒരു സോഫ്റ്റ്വെയറിൻ്റെ കോർ എന്ന് പറയുന്ന സംഗതി. ഒരു ബില്ലിംഗ് സോഫ്റ്റ്വെയറിൻ്റെ കോർ ഭാഗം ഇതാണ്, മനസ്സിലായില്ലേ? അത് നമ്മളിപ്പോൾ ഒന്ന് പരിചയപ്പെടാം എങ്ങനെയാണെന്ന്. നമുക്ക് 2-3 രീതിയിൽ പ്രൊഡക്റ്റുകൾ ആഡ് ചെയ്യാൻ സാധിക്കും. 1 by 1 ആയിട്ട് ഈ 1 by 1 പ്രൊഡക്റ്റിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ ഫില്ല് ചെയ്ത് നമുക്ക് ആഡ് ചെയ്യാൻ സാധിക്കും. ഏറ്റവും മുകളിലേക്ക് കണ്ടോ, ഈ ഫോം ഫില്ല് ചെയ്ത് കൊടുക്കുക, ആഡ് ചെയ്യുക, ഫോം ഫില്ല് ചെയ്ത് കൊടുക്കുക, സേവ് ചെയ്യുക. ഇൻക്ലൂഡിങ് സ്റ്റോക്ക് വരെ ഇതിനകത്ത് ആഡ് ചെയ്ത് പോകാൻ സാധിക്കും. രണ്ടാമത്തെ ഓപ്ഷൻ പർച്ചേസ് എൻട്രി എടുക്കുക, ഒരു സപ്ലയർ ഇവിടെ സെലക്ട് ചെയ്യുക, അതിനുശേഷം നമ്മളിവിടെ ഡയറക്റ്റായിട്ട്, അതായത് സാധാരണ ബില്ലിംഗ് സോഫ്റ്റ്വെയറിൽ കണ്ടുവരുന്നത് സോഫ്റ്റ്വെയറിനകത്തുള്ള പ്രൊഡക്റ്റുകൾ മാത്രമേ നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുള്ളൂ. റെയിൻടെക് POS ബില്ലിംഗ് സോഫ്റ്റ്വെയറിലെ പുതിയ പ്രൊഡക്റ്റുകളും ഇവിടെ അങ്ങ് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് എൻ്റർ അടിച്ചാൽ മതി. ഓൾറെഡി എക്സിസ്റ്റിംഗ് പ്രൊഡക്റ്റ് ആണെങ്കിൽ അവിടെ അപ്പം തന്നെ ലിസ്റ്റ് വരും, അപ്പോൾ ടാബ് ബട്ടൺ കുത്തിയാൽ മതി. അങ്ങനെ വളരെ ഈവൻ പുതിയ പ്രൊഡക്റ്റിൻ്റെ GST, CGST, SGST എല്ലാം നമുക്കിവിടെ ഫില്ല് ചെയ്ത് പോകാൻ സാധിക്കും. പ്ലസ് പർച്ചേസ് ചെയ്യുമ്പോൾ തന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും സെയിൽ പ്രൈസ്, റീറ്റെയിൽ പ്രൈസ് എന്ന് പറയുന്ന കൊടുത്തിരിക്കുന്നുണ്ടല്ലോ. ഇവിടെ റീറ്റെയിൽ പ്രൈസ് വരെ ഇവിടെ എൻ്റർ ചെയ്ത് പോകാൻ പറ്റും. ഫോർ എക്സാമ്പിൾ നമുക്ക് 100 രൂപയ്ക്ക് വാങ്ങുന്ന ഒരു സാധനം 150 രൂപയ്ക്ക് വിൽക്കുന്നു, അത് 150 രൂപയുടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ പറ്റും. പ്ലസ് ആ 150 രൂപയിൽ എന്തെങ്കിലും ഡിസ്കൗണ്ട് ഉണ്ടെങ്കിൽ അതും ടൈപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അങ്ങനെ വളരെ യൂസർ ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് പ്രൊഡക്റ്റുകൾ ആഡ് ചെയ്യാം. എന്തോരം വേണമെങ്കിലും പ്രൊഡക്റ്റുകൾ ഇന്നത്തെ ആഡ് ചെയ്യുക, സേവ് ചെയ്യുക. ആ ആഡ് ചെയ്യുന്ന പ്രൊഡക്റ്റുകളെല്ലാം നമുക്കിവിടെ കിട്ടും, ബാർകോഡിൽ കിട്ടും. ഇതിവിടെ ബാർകോഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഇവിടെ ഉണ്ട്. ഇവിടെ ക്ലിക്ക് ചെയ്യാം, കണ്ടോ. നമ്മൾ അവിടെ പർച്ചേസ് ചെയ്യുന്നതോ അല്ലെങ്കിൽ 1 by 1 ആഡ് ചെയ്യുന്നതോ എല്ലാം നമുക്ക് ബാർകോഡ് കിട്ടും. ഒരു കാര്യം നമ്മൾ മറന്നുപോയി, ഈ 2 ഓപ്ഷനും കൂടാതെ നമുക്ക് എക്സൽ കൂടി ബൾക്ക് അപ്ലോഡ് ചെയ്യാവുന്ന ഓപ്ഷനും ഈ റെയിൻടെക് സോഫ്റ്റ്വെയറിൽ തന്നെയുണ്ട്. അതുകൂടി ഒന്ന് കണ്ടിട്ട് നമുക്ക് തിരിച്ച് ബാർകോഡിലേക്ക് വരാം. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും, നോക്കാം. ഇവിടെ നമുക്ക് പോയി കഴിഞ്ഞാൽ ഇമ്പോർട്ട് എക്സ്പോർട്ട് പ്രോഡക്ട്സ് കണ്ടോ. ഈ പ്രൊഡക്ട്സുകളെല്ലാം നമുക്ക് ഈ എക്സലിൻ്റെ ഒരു ടെംപ്ലേറ്റ് ഉണ്ട്, ഇത് എക്സ്പോർട്ട് ചെയ്യാം. അതിനകത്ത് നമുക്ക് ആവശ്യമുള്ള ഡീറ്റെയിൽസ് എല്ലാം ഫില്ല് ചെയ്യുക, പ്രോപ്പറായിട്ടെല്ലാം ഫില്ല് ചെയ്യണം, ഇമ്പോർട്ട് ചെയ്യുക. ഇതിന് ഈ ഇമ്പോർട്ട് എക്സ്പോർട്ടിന് എന്തെങ്കിലും ഡൗട്ട്സുകളോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ കസ്റ്റമർ കെയർ വിളിക്കുക. ഇത് ചില ആൾക്കാർ ഇപ്പോൾ ഈ എക്സൽ ഷീറ്റ് ഫുള്ളായിട്ട് ഫില്ല് ചെയ്യാത്തുണ്ടെങ്കിൽ, പ്രോപ്പറായിട്ട് ഫില്ല് ചെയ്തില്ലെങ്കിൽ ഇത് അപ്ലോഡ് ആകത്തില്ല. അതിനെല്ലാത്തിനും ഒരു കമാൻഡിങ് സിസ്റ്റംസ് ഉണ്ട്, പ്രോപ്പറായിട്ട് അത് ഫില്ല് ചെയ്യും. ഞാൻ ഹിന്ദിയിൽ അതിൻ്റെ ഒരു വീഡിയോ ഉണ്ടാക്കിയിട്ടുണ്ട്, എങ്ങനെയാണ് പ്രൊഡക്റ്റുകൾ ഇതിനകത്ത് എക്സൽ ഷീറ്റ് ഫില്ല് ചെയ്യേണ്ടത്. സപ്പോസ് നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഡയറക്റ്റ്ലി വിളിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ എക്സൽ ഷീറ്റിൽ കൂടി ആഡ് ചെയ്യുന്നതുകൊണ്ട് 1 by 1 പ്രൊഡക്റ്റ് ആഡ് ചെയ്യുന്നതുകൊണ്ട് പർച്ചേസ് സെൻറ്റർ വഴി ആഡ് ചെയ്യുന്നതുകൊണ്ട് ഇനി നമുക്ക് ബാർകോഡിലേക്ക് പിന്നെ തിരിച്ചു വരാം. ബാർകോഡ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ നമ്മൾ എടുക്കുക. ഈ ബാർകോഡ് നമുക്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇതിനകത്ത് ഇവിടെ ക്വാണ്ടിറ്റി മസ്റ്റായിട്ട് ചുമ്മാ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും വരത്തില്ല. ഇതെല്ലാം പ്രീ ഡിസൈൻഡ് ടെംപ്ലേറ്റ്സുകൾ നമുക്കിവിടെ റൈറ്റ് സൈഡിൽ കുറേ ഇട്ടിട്ടുണ്ട്. ഇതെല്ലാം കൂടാതെ നമുക്ക് സ്വന്തമായിട്ട് ഡിസൈൻ ചെയ്യാവുന്ന ഒരു ഓപ്ഷൻ ബാർകോഡ് എഡിറ്റ് മോഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഏറ്റവും മുകളിൽ നിന്ന് കാണാൻ സാധിക്കും. ഏറ്റവും മുകളിൽ കണ്ടോ, ബാർകോഡ്
എഡിറ്റ് ഓപ്ഷൻ. ഇത് പ്രോ എഡിഷനിൽ മാത്രമുള്ള ഒരു ഫീച്ചറാണ്, ഞാൻ മുമ്പേ പറഞ്ഞില്ലേ. ഗോൾഡ് എഡിഷനിലാണെങ്കിൽ ആ ഒരു ബട്ടൺ അവിടെ ഉണ്ടാവില്ല. കാരണം അതിൻ്റെ പുറകിൽ ലൈബ്രറി എന്ന് പറഞ്ഞൊരു വലിയ സംഭവമുണ്ട്. ഒരു ചെറിയൊരു വാതിൽ മാത്രമേ ഉള്ളൂ, അതിനകത്ത് കയറി കഴിഞ്ഞൊരു വലിയൊരു ലൈബ്രറി ഉണ്ട്. അത് ഞാൻ വേണമെങ്കിൽ തുറന്ന് കാണിച്ചു തരാം. ബാർകോഡ് ക്രിയേറ്റ് ചെയ്യുന്നതിന് മുമ്പ് കസ്റ്റമർ ഏതെങ്കിലും ഒരു ബാർകോഡിൽ ഇത് ഞാനിപ്പോൾ റേഡിയോ ബട്ടൺ മാറ്റി കുത്തി എഡിറ്റ് മോഡിലേക്ക് വന്നു. സ്റ്റുഡിയോ ഓപ്പൺ ആയി വരും. കണ്ടോ, നമുക്കിത് റീഡിസൈൻ ചെയ്യാം. നമുക്കിത് എങ്ങോട്ട് വേണമെങ്കിലും വലിച്ചു മാറ്റിയൊക്കെ വെക്കാം. കണ്ടില്ലേ, ഇതിങ്ങനെ മാറ്റുമോ ഇങ്ങനെ മാറ്റുമോ. ഇനിയിപ്പോൾ പുതിയ ഫീച്ചേഴ്സുകൾ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡേറ്റാ ഫീൽഡുകളെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡിൽ ഈ കാണുന്ന ഡേറ്റാ ഫീൽഡുകൾ കണ്ടല്ലേ, ഇതെല്ലാം സോഫ്റ്റ്വെയറിൻ്റെ അകത്തുനിന്ന് വരുന്ന ഇൻപുട്ടുകളാണ്. അതായത് എക്സാമ്പിൾ നമ്മളൊരു സെല്ലിംഗ് പ്രൈസ്, ആ സെല്ലിംഗ് പ്രൊഡക്റ്റ് നെയിം അല്ലെങ്കിൽ സെല്ലിംഗ് പ്രൈസ് ഇതിങ്ങനെ ഡ്രോപ്പ് ചെയ്ത് ഇങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ ഡ്രോപ്പ് ചെയ്ത് വയ്ക്കാം. കാണിച്ചു തരാം. സെല്ലിംഗ് പ്രൈസ് ഇതിങ്ങനെ ഡ്രോപ്പ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ആ ലിങ്ക് വർക്ക് ചെയ്യും. കണ്ടില്ലേ, ഇവിടെ സെല്ലിംഗ് പ്രൈസ് വന്നില്ലേ. അതായത് സോഫ്റ്റ്വെയറിനെ കുറിച്ച് ഒരു ചെറിയ ഐഡിയ ഉള്ളവർക്ക് അറിയാൻ പറ്റും. ഇതൊരു ടെംപ്ലേറ്റ് ലിങ്കായി. അതായത് നമ്മുടെ ഓരോ പ്രൊഡക്റ്റിനും വ്യത്യസ്തമായ പ്രൊഡക്റ്റ് പ്രൈസുകളായിരിക്കും. ഇതെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് ഇവൻ മാറിക്കൊണ്ടിരിക്കും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ നമുക്കിത് സേവ് ചെയ്യാണ്, ഞാനത് ക്ലോസ് ചെയ്യാണ്. ഡോണ്ട് സേവ്. നമുക്കൊരു ബാർകോഡ് ഒന്ന് ക്രിയേറ്റ് ചെയ്ത് നോക്കിയാലോ. എങ്ങനെയാണ് ഒരു ബാർകോഡ് ക്രിയേറ്റ് ചെയ്യുന്നത്? ഇപ്പോൾ എല്ലാ പ്രൊഡക്ട്സുകളും ഇവിടെ കിട്ടും. ഇതിനകത്ത് 2 ഓപ്ഷനുണ്ട്. ഒന്ന് പർച്ചേസ് എൻട്രിയുടെ നമ്പർ ഇട്ട് കഴിഞ്ഞാൽ ആ പർച്ചേസ് എൻട്രിക്കകത്ത് എന്തോരം ബാർകോഡുകളുണ്ടോ അതെല്ലാം ഒറ്റയടിക്ക് നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാം. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഓരോ പ്രൊഡക്റ്റുകളുടെ ബാർകോഡ് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗം കണ്ടോ, ഇവിടെ ക്വാണ്ടിറ്റി അടിച്ചു കൊടുക്കുക. ഫോർ എക്സാമ്പിൾ ഇതിൻ്റെ ഒരു 2 പീസ് വേണം, ഇതിൻ്റെ ഒരു പീസ് വേണം. ഓക്കെ, ഇതിൻ്റെ ഒരു പീസ് വേണം. അപ്പോൾ കസ്റ്റം ബാർകോഡ് ക്ലിക്ക് ചെയ്തു. ഞാൻ ഏറ്റവും മുകളിലത്തെ കസ്റ്റം ബാർകോഡ് കണ്ടില്ലേ. അപ്പോൾ നമുക്കിത് ചില പ്രൊഡക്റ്റുകൾക്ക് ഈ എല്ലാ ഇൻഫർമേഷൻസ് നമ്മൾ ഫില്ല് ചെയ്തിട്ടുള്ളൂ. പ്രൊഡക്റ്റിൻ്റെ പേര് വന്നു ഇവിടെ കണ്ടോ, ഞാൻ അതൊന്ന് സൂം ചെയ്യാം. കണ്ടില്ലേ, ഇപ്പോൾ ഇതിനകത്ത് ബ്രാൻഡും പാറ്റേണും മറ്റു കാര്യങ്ങളൊന്നും ഇൻഫോർമേഷനിൽ ഇട്ടിട്ടില്ല. അതായത് ആ പ്രൊഡക്റ്റിൻ്റെ ഡീറ്റെയിൽസ് ഇട്ടിട്ടില്ല. ഇതാണ് കണ്ടോ. അപ്പോൾ ഇത് നെക്സ്റ്റ് എടുത്തു. കണ്ടോ, നെക്സ്റ്റ്. അപ്പോൾ ഓരോ പ്രൈസും പ്രൊഡക്റ്റിൻ്റെ പേര് മാറുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. നോക്കൂ, കണ്ടില്ലേ. ഇത് നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് റീഡിസൈൻ ചെയ്തെടുക്കാവുന്ന സംവിധാനം, സ്റ്റുഡിയോ സംവിധാനം റെയിൻടെക് POS ബില്ലിംഗ് സോഫ്റ്റ്വെയർ ഉണ്ട്. ഇത് നമുക്ക് തെർമൽ പ്രിൻ്ററിൽ, ഇത് സാധാരണഗതിയിൽ നമ്മുടെ ഈ ഗാർമെൻറ്റ്സിൻ്റെ ടാഗ് ഉപയോഗിക്കുന്നതാണ്. സപ്പോസ് നമ്മുടെ റിലയൻസിൻ്റെ ഡ്രസ് ഷോപ്പ് ഉണ്ടല്ലോ, അവിടെ നിങ്ങൾക്ക് ഇത്തരം ഒരു ടാഗുകൾ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഷീമാട്ടി അവിടെയൊക്കെ ഞാൻ ഇത്തരം ടാഗുകളാണ്. അത് സിന്തറ്റിക് ടാഗുകളാണ്, കീറത്തില്ലാത്ത ടൈപ്പ് ഒരു സ്ട്രൈറ്റ് ടാഗ്. അതിൻ്റെ ഒരു വീഡിയോസ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ജസ്റ്റ് നിങ്ങളൊന്ന് ഈ ചാനലിൽ തന്നെ നോക്കി കാണാൻ സാധിക്കും. അപ്പോൾ നമുക്കിത് ഈസി ആയിട്ട് തെർമൽ പ്രിൻ്ററിലേക്ക് പ്രിൻ്റ് ചെയ്ത് നമുക്ക് ഇനി അടുത്ത സ്റ്റെപ്പ് സെയിൽ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതാണ്. സെയിൽ ചെയ്യാനായിട്ട് ഇവിടെ സെയിൽ ബട്ടൺ ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ബ്യൂട്ടിഫുൾ ഇൻ്റർഫേസ് ആണ്. ഇതിനകത്ത് നമുക്കിപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ ഇഷ്ടംപോലെ കളങ്ങളായിട്ട് ഇവിടെ കിടപ്പുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് അതിന് മാത്രം ഫീച്ചേഴ്സുകളുണ്ട്. ഒരു പ്രൊഡക്റ്റിൻ്റെ തന്നെ ഹോൾസെയിലും റീറ്റെയിലും എടുക്കാനുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ട്. പിന്നെ പ്രൊഡക്റ്റുകൾ ഇവിടെ സെർച്ച് ചെയ്തിട്ട് സെയിൽ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. കണ്ടോ, പിന്നെ സെർച്ച് ചെയ്തായിട്ട് കാട്ട് കൊടുക്കാം. അതുപോലെ തന്നെ സപ്പോസ് ചില പ്രൊഡക്റ്റുകൾ ബാർകോഡ് സ്കാൻ ചെയ്തിട്ടാണ്, ബാർകോഡ് ഇവിടെ ഓട്ടോമാറ്റിക്കലി നമുക്ക് അവിടെ വെച്ച് സ്കാൻ ചെയ്താൽ മതി. ഇപ്പോൾ പ്രൊഡക്റ്റ് താഴത്തേക്ക് വീഴും. ഇപ്പോൾ സെയിൽ ചെയ്യുന്ന സമയത്ത് തന്നെ പ്രൊഡക്റ്റിൻ്റെ പ്രൈസുകൾ ഇവിടെ ചേഞ്ച് ചെയ്ത് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഉണ്ടോ, സെല്ലിംഗ് പ്രൈസ് അപ്പോൾ തന്നെ നമുക്ക് മാറ്റാം, ഡിസ്കൗണ്ടുകൾ മാറ്റണമെങ്കിൽ മാറ്റാം. മനസ്സിലായോ? അങ്ങനെയുള്ള ഒരുപാട് ഫീച്ചേഴ്സുകളുണ്ട്. കടം കൊടുക്കുന്ന ഓപ്ഷൻസ്, ഒരു കസ്റ്റമറിന് പ്രത്യേകം കടം കൊടുക്കുന്ന ഉദാഹരണം എന്ന് പറയുന്നത് ഹിന്ദിയിൽ പ്രിവിലേജ് കാർഡിൻ്റെ ഓപ്ഷൻസ്, അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. കസ്റ്റമറെ ഇവിടെ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് കണ്ടില്ലേ, നമുക്ക് ഒരുപാട് കസ്റ്റമേഴ്സിനെ ഇവിടെ ആഡ് ചെയ്യാൻ സാധിക്കും. ബിൽ ടെംപ്ലേറ്റുകൾ നമുക്ക് മാറ്റി കൊടുക്കാം. ബിൽ ടെംപ്ലേറ്റ് A4ൻ്റെ ടെംപ്ലേറ്റുകളുണ്ട്. A4ഉം A5 ഉണ്ട്, A4 ഉണ്ട്, പിന്നെ 3 ഇഞ്ച് ഉണ്ട്. അങ്ങനെ പല ടെംപ്ലേറ്റുകളുണ്ട്. അതായത് ബില്ലിൻ്റെ ഫോർമാറ്റുകൾ. യെസ്, ഇങ്ങനെയുള്ള ഹോൾഡ് ബട്ടൺസ്, ഇങ്ങനെയുള്ള A to Z ഫീച്ചേഴ്സ് ഉണ്ട് ഈ ഒരു സോഫ്റ്റ്വെയറിനകത്ത്. പിന്നെ അത് കൂടാതെ നമുക്ക് റിപ്പോർട്ട്സിൽ പോവുകയാണെങ്കിൽ GST റിട്ടേൺസും കാര്യങ്ങളെല്ലാം നമുക്ക് ഇവിടെ കിട്ടും. GST സെയിൽ റിപ്പോർട്ട് ഇവിടെ റീസെറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എത്ര സെയിൽ ചെയ്തിരിക്കുന്നത് അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഇവിടെ വരും. അത് നമുക്ക് എക്സ്പോർട്ട് ചെയ്യാൻ സാധിക്കും. ഇത് നമ്മളിപ്പോൾ സെയിൽ ചെയ്തിട്ടില്ല, നമുക്കൊരു സെയിൽ ചെയ്ത് നോക്കാം. സെയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് സെയിൽ ബട്ടൺ എടുക്കുക. നമുക്ക് ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് ഇവിടെ ആഡ് ടു കാർട്ട് കൊടുത്തു. നമ്മളിപ്പോൾ 15 രൂപയുടെ ഒരു പ്രോഡക്റ്റ് ജസ്റ്റ് സേവ് ചെയ്ത് യെസ് കൊടുത്തു. ഓക്കെ, അതിനുശേഷം നമ്മളിത് ക്ലോസ് ചെയ്തു, റെക്കോർഡ്സ് എടുത്തു, GST റിട്ടേൺ സെയിൽ. കണ്ടില്ലേ, നമ്മൾ ആ ഒരു ഒറ്റ സെയിലേ ചെയ്തിട്ടുള്ളൂ. അതിൻ്റെ റിപ്പോർട്ട് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എക്സൽ ഷീറ്റിലേക്ക് എക്സ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഇത് നമ്മുടെ കൺസൾട്ടൻറ്റ് കൊടുക്കുമ്പോൾ വളരെ ഈസി ആയിട്ട് ഇതുണ്ട്. താഴത്ത് നമ്മുടെ എക്സൽ ഷീറ്റ് ഓൾറെഡി വന്നു കഴിഞ്ഞു.
നമ്മുടെ ഇത് കസ്റ്റമറുടെ GST നമ്പറും മറ്റു കാര്യങ്ങളെല്ലാം ആയിട്ട് നമുക്ക് ബില്ലടിക്കാൻ സാധിക്കും. ബില്ലിൻ്റെ ടെംപ്ലേറ്റുകൾ, ബില്ലിൻ്റെ ഫോർമാറ്റുകൾ, ഏത് ഫോർമാറ്റ് വേണമെങ്കിലും റെയിൻടെക് POSനകത്ത് ബില്ലിംഗ് പ്രോ എഡിഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഡിസൈൻ ചെയ്യാം. ഞാൻ പറഞ്ഞില്ല ആ ഒരു ഡിസൈൻ്റെ ഓപ്ഷൻ, ഞാനത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. സെയിൽ പാനൽ എടുക്കുക, ബിൽ ടെംപ്ലേറ്റ് എടുക്കുക, ബിൽ എഡിറ്റ് മോഡുണ്ട് ഇവിടെ, കണ്ടോ? ബിൽ ഞാൻ ബിൽ എഡിറ്റ് മോഡ് എടുക്കുന്നതിന് മുമ്പ് ഒരു ബില്ല് നമുക്ക് ജസ്റ്റ് ഒന്ന് പ്രിൻ്റർ സെറ്റിങ്സിനകത്ത് പോയിട്ട് നമുക്ക് ആ പ്രിൻ്റർ ഒന്ന് മാറ്റി കൊടുക്കാം. ലേസർ പ്രിൻ്ററാക്കി അപ്ഡേറ്റ് ചെയ്തു. നമുക്ക് ജസ്റ്റ് ഒരു ബില്ലിൻ്റെ ഒരു ടെംപ്ലേറ്റ് ആദ്യം കാണാം, എങ്ങനെയാണ് ഒരു ബില്ലിരിക്കുന്നത്. A4 ബില്ല് ഗെറ്റിട്ട് പ്രിൻ്റ് കൊടുക്കുകയാണെങ്കിൽ അപ്പോൾ പ്രിൻ്റ് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ കണ്ടോ, ഇതൊരു ടെംപ്ലേറ്റാണ്. ഇത് ഞാൻ വേണമെങ്കിൽ ചെറുതാക്കി കാണിച്ചു തരാം. 50% കണ്ടോ, ഇതിൻ്റെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്റ്റൈലല്ലേ ഇത്. നമുക്കിപ്പോൾ 75% കണ്ടോ, ഇത് കുറച്ചുകൂടി വലുതാക്കി 100%. ഇതിനകത്ത് നമുക്ക് എല്ലാ ഇൻഫർമേഷൻസും ഉണ്ട്. എനിവേ ഇതൊരു പ്രൊഫഷണൽ ഇൻവോയ്സ് കോപ്പിയാണ്. നമുക്ക് ഇതിനകത്ത് കുറച്ച് സ്റ്റൈലുകൾ മാറ്റണം. എങ്ങനെ മാറ്റാം? അതാണ് നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ ഒരു റെയിൻടെക് സൊല്യൂഷൻസ്, ഇവിടെ ഇതൊക്കെ നിങ്ങളുടെ സ്വന്തം കമ്പനിയുടെ പേരുകളാണ് വരുന്നത്. ഓട്ടോമാറ്റിക്കായിട്ടത് കമ്പനി ഇൻഫർമേഷൻസ് ഡയറക്റ്റായിട്ട് ഇവിടെ ലിങ്ക് ആകുകയാണ്. ഇത് നമുക്ക് ഇവിടുന്ന് റൈറ്റ് സൈഡിൽ നിന്ന് മാറ്റി ഇവിടെ സെൻറ്ററിലേക്ക് ആക്കണം. എങ്ങനെയാക്കും നമുക്ക് കാണിച്ചു തരാം. ബിൽ ടെംപ്ലേറ്റ് എടുക്കുക, ബിൽ എഡിറ്റ് മോഡ് എടുക്കുക, A4 എടുക്കുക. അതിനുശേഷം ഇതുപോലെ ഉണ്ടോ എഡിറ്റബിൾ മോഡ് വന്നു. വളരെ ഈസി ആയിട്ട് നമ്മളിതെല്ലാം വലിച്ചു വേണമെങ്കിൽ ഇങ്ങോട്ട് മാറ്റി വെക്കാം. ഈ ടാക്സ് ഇൻവോയ്സ് എന്നുള്ളത് വേണമെങ്കിൽ ഇവിടെ വയ്ക്കാം. ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരുന്നതേ ഉള്ളൂ. ഇതിങ്ങോട്ട് റൈറ്റ് സൈഡിൽ വയ്ക്കാം. ഓക്കെ, മുമ്പ് ഇത് സെൻട്രലായിരുന്നല്ലോ അല്ലേ. നമുക്കത് സേവ് ചെയ്യാം. നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഇത് മാറ്റി ബില്ല് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ളൊരു ഫീച്ചർ. ഇനി നമുക്ക് ഒന്നുകൂടി പ്രിൻ്റ് അടിച്ച് നോക്കിയാലോ. വാ, ഇത് മുമ്പ് ഇവിടെ റൈറ്റ് സൈഡിലായിരുന്നു, നമ്മളത് മാറ്റി സെൻറ്ററിലേക്കാക്കി അല്ലേ. അങ്ങനെ എല്ലാ സംഗതികളും നമുക്ക് ഇതിനകത്ത് മാറ്റാൻ പറ്റും, എഡിറ്റ് ചെയ്യാൻ പറ്റും. ഇത് പ്രോ എഡിഷനകത്തുള്ളതാണ്. ഒരു ഇൻഫർമേഷൻ കൂടി തരാൻ പറ്റും. ഇത് നമ്മൾ കണ്ടത് GST ബില്ലിംഗ് സോഫ്റ്റ്വെയർ. ഇപ്പോൾ GST ബില്ലിംഗ് സോഫ്റ്റ്വെയർ നമ്മുടെ നാട്ടിൽ ഒരുപാട് ആൾക്കാരുണ്ട്. സർക്കാരിൻ്റെ കോമ്പൻസേഷൻ പ്ലാനിലുള്ളവർക്കും GST പ്ലാനിലുള്ളവർക്കും രണ്ടുപേർക്കും ഈ സോഫ്റ്റ്വെയർ ഉപയോഗിക്കാൻ പറ്റും. അതുകൂടാതെ ഇതിൻ്റെ സെയിം വേർഷൻ വാറ്റ് എഡിഷനിൽ അവൈലബിൾ ആണ്. അതായത് ഗൾഫ് കൺട്രീസ്, ഫോർ എക്സാമ്പിൾ നമ്മുടെ സൗദി അറേബ്യ, അല്ലെങ്കിൽ ബഹ്റൈൻ, അല്ലെങ്കിൽ ദുബായ്, UAE, ഇവിടെയൊക്കെ ഉപയോഗിക്കാനായിട്ട് ഇതിൻ്റെ സെയിം ആ സിറ്റീസ് വാറ്റ് എഡിഷൻ അവൈലബിൾ. അപ്പോൾ GSTയുടെ കാൽക്കുലേഷൻ മറ്റു കാര്യങ്ങളൊക്കെ മാറിയിട്ട് നേരെ വാറ്റ് എഡിഷനിലേക്ക് വരും. അപ്പോൾ നമുക്ക് ഗൾഫ് കൺട്രീസിൽ അവിടെയൊക്കെയാണ് ഇപ്പോൾ അത് ഉപയോഗിക്കുന്നത്. ഈവൻ വാറ്റ് ഇല്ലാത്ത ചില രാജ്യങ്ങളുണ്ട്. എക്സാമ്പിൾ നമ്മുടെ ഖത്തർ പ്ലസ് ഒമാൻ, ഇവിടെയൊന്നും ടാക്സുകൾ ഇപ്പോൾ നിലവിൽ വന്നിട്ടില്ല. ഇപ്പോൾ ഈ വീഡിയോ എടുക്കുന്ന ഡേറ്റിൽ ചിലപ്പോൾ ഇനി ഫ്യൂച്ചറിൽ എവിടെയൊക്കെ വരാം. കാരണം ദുബായിലൊക്കെ കഴിഞ്ഞ 2 വർഷമായെന്ന് തോന്നുന്നു ഇപ്പോൾ വന്നിട്ട് ജസ്റ്റ് UAE. അപ്പം ഏത് രീതിയിലുള്ള ആൾക്കാർക്കും ഇത് വളരെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഈ ഒരു ബില്ലിംഗ് സോഫ്റ്റ്വെയറിൻ്റെ പ്രത്യേകത. പിന്നെ ഇതിനെല്ലാത്തിനായിട്ട് ഉപരിയായിട്ട് നമ്മൾ ഏതൊരു പ്രൊഡക്റ്റ് ഉപയോഗിച്ച് തുടങ്ങിയാലും ഇതിനകത്ത് നമുക്ക് കുറേ ഡൗട്ടുകൾ വരും, സംശയങ്ങൾ വരും. എങ്ങനെയാണ് ഇത് ഉപയോഗിക്കുന്നത്, പർച്ചേസ് എൻട്രി എങ്ങനെയാണ്, സെയിൽ എങ്ങനെയാണ്, കൊട്ടേഷൻ എങ്ങനെയാണ്, ബാർകോഡ് എങ്ങനെയാണ്. അപ്പം നമുക്ക് പ്രോപ്പർ കസ്റ്റമർ കെയർ സപ്പോർട്ട് കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ സോഫ്റ്റ്വെയർ നമുക്ക് പ്രോപ്പറായിട്ട് ഉപയോഗിക്കാൻ പറ്റത്തില്ല. അതിനു വേണ്ടിയിട്ട് റെയിൻടെക് ഡെഡിക്കേറ്റഡ് കസ്റ്റമർ കെയർ ബൈ ഫോണിൽ അവൈലബിൾ ആണ്. ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു അരമണിക്കൂറോ 1 മണിക്കൂറോ താമസം വരുമായിരിക്കും കണക്ട് ചെയ്യാനായിട്ട് എൻ്റെ ഡെസ്കിൽ. പക്ഷേ ഞാൻ ഗ്യാരണ്ടി തരുന്നു, 10 മണി മുതൽ 5:30 വരെ റെയിൻടെക്കിൻ്റെ ഡെഡിക്കേറ്റഡ് കസ്റ്റമർ കെയർ അവൈലബിൾ ആണ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട്. എൻ്റെ ഡെസ്കിൽ ഒരു ടീം വ്യൂവറിൽ കണക്ട് ചെയ്ത് നിങ്ങളുടെ സംശയങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ മാറ്റിത്തരും. പ്ലസ് ഇൻസ്റ്റലേഷൻ ചെയ്തു തരും. പ്ലസ് എങ്ങനെയാണ് സോഫ്റ്റ്വെയർ ഉപയോഗിക്കണമെന്ന് ട്രെയിനിങ് തരും. അങ്ങനെ വളരെ നിഷ്പ്രയാസം നിങ്ങളുടെ ബിസിനസ് വളരെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റുന്നൊരു സോഫ്റ്റ്വെയറാണ് റെയിൻടെക് POS ബില്ലിംഗ് സോഫ്റ്റ്വെയർ. ഇതിനെപ്പറ്റി കൂടുതലായിട്ട് എന്തെങ്കിലും ഡൗട്ടോ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വിളിക്കുക 8078311945 അല്ലെങ്കിൽ 8606093110. Thank you so much for watching this video. Thank you. Bye-bye.